താഴെ കൊടുത്തവയിൽ പ്രകാശവേഗത കൂടിയ മാധ്യമം ഏതാണ്? ജലം, വായു, ശൂന്യത, ഗ്ലാസ്. ശൂന്യതയാണ് പ്രകാശവേഗത കൂടിയ മാധ്യമം. പ്രകാശവേഗത കൂടിയ മാധ്യമം ശൂന്യതയാണ്. ഒരു ചാലകത്തിൻ്റെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ചാലകത്തിൻ്റെ നീളം, ചാലകത്തിൻ്റെ ഛേദതല പരപ്പളവ്, ചാലകത്തിൻ്റെ സ്വഭാവം എന്നിവയാണ് ഒരു ചാലകത്തിൻ്റെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഒരു ചാലകത്തിൻ്റെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ചാലകത്തിൻ്റെ നീളം, ചാലകത്തിൻ്റെ ഛേദതല പരപ്പളവ്, ചാലകത്തിൻ്റെ സ്വഭാവം എന്നിവയാണ്. ട്രാൻസ്ഫോർമറിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? വൈദ്യുത കാന്തിക പ്രേരണമാണ് ട്രാൻസ്ഫോർമറിൻ്റെ പ്രവർത്തന തത്വം. ട്രാൻസ്ഫോർമറിൻ്റെ പ്രവർത്തന തത്വം വൈദ്യുത കാന്തിക പ്രേരണമാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ കഴിയാത്ത മാധ്യമം ഏതാണ്? ശൂന്യതയാണ് ശബ്ദത്തിന് സഞ്ചരിക്കാൻ കഴിയാത്ത മാധ്യമം. ശബ്ദത്തിന് സഞ്ചരിക്കാൻ കഴിയാത്ത മാധ്യമം ശൂന്യതയാണ്. മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്താണ്? പാസ്കലാണ് മർദ്ദത്തിൻ്റെ യൂണിറ്റ്. മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കലാണ്. ഒരു പെൻഡുലം ഒരു ദോലനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഒരു പെൻഡുലം ഒരു ദോലനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം ടൈം പീരിയഡ് എന്നറിയപ്പെടുന്നു. ഒരു പെൻഡുലം ഒരു ദോലനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം ടൈം പീരിയഡ് എന്നറിയപ്പെടുന്നു. ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏതു പേരിൽ അറിയപ്പെടുന്നു? ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം പ്രകീർണനം എന്നറിയപ്പെടുന്നു. പ്രകീർണനം എന്നാൽ ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ്.